എന്റെ സിനിമകൾ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. എന്റെ ഇന്റർവ്യൂകൾക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനം നിങ്ങൾ തുടർന്നും തന്നുകൊണ്ടിരിക്കുക എന്ന് കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്കിടെ ധ്യാൻ ശ്രീനിവാസൻ പറയുകയുണ്ടായി. പൊതുവെ ഇന്റർവ്യൂകളിലും പൊതു ഇടങ്ങളിലും തുറന്നു സംസാരിക്കുന്ന പ്രകൃതമാണ് ധ്യാനിൻ്റെത്. സ്വന്തം മാതാപിതാക്കളുടെ കഥകൾ വരെ ധ്യാൻ തന്റെ അഭിമുഖങ്ങളിലൂടെ രസകരമായി അവതരിപ്പിക്കാറുണ്ട്. ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂവിന് ഏത് അവതാരിക വന്നാലും തగ్గടിച്ചും തമാശകൾ പറഞ്ഞും ധ്യാൻ ആ പ്രോഗ്രാം വളരെ എന്റർടൈൻമെന്റ് ആക്കാൻ നിൽക്കാറുണ്ട്. ധ്യാനിന്റെ അഭിമുഖങ്ങൾക്ക് ശേഷം പല താരങ്ങളും ഏറിലാവുകയും ചെയ്യാറുണ്ട്. അതിൽ അച്ഛൻ ശ്രീനിവാസനും ചേട്ടൻ വിനീത് ശ്രീനിവാസനും വരെ ഉൾപ്പെടും. തന്റെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ ഹിറ്റാക്കുന്ന ധ്യാൻ പക്ഷേ തന്റെ സിനിമകൾ തിയേറ്ററിൽ ഹിറ്റാക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ധ്യാനിനെ ബോംബ് സ്റ്റാർ എന്നും പടക്കം സ്റ്റാറും എന്നുമെല്ലാം വിളിപ്പേര് വന്നിട്ടുണ്ട്. ഒരു കാലത്ത് നല്ല സിനിമകളുടെ ഭാഗമായിരുന്നു ധ്യാൻ. പിന്നീട് സിനിമാ തെരഞ്ഞെടുപ്പിൽ വന്ന വീഴ്ചകളിൽ സിനിമകൾ പരാജയപ്പെടുമ്പോഴും ധ്യാനിന്റെ സിനിമകളുടെ എണ്ണത്തിൽ ഇതുവരെ ഒരു കുറവും വന്നിട്ടില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. തിയേറ്ററിൽ ഇറങ്ങുന്ന ധ്യാൻ ചിത്രങ്ങൾ തുടരെ പരാജയപ്പെടുമ്പോഴും താരത്തിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ ലൈനപ്പ് സിനിമകൾ ഇനിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തന്റെ സിനിമാ കരിയറിൽ അതീവ ജാഗ്രത കുറവ് ഇപ്പോഴും ധ്യാനിൽ കാണുന്നുണ്ട്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ മകൻ എന്ന ലേബലും വിനീത് ശ്രീനിവാസന്റെ അനിയനും കൂടി ആയതുകൊണ്ടാണോ ധ്യാൻ പരാജയപടങ്ങൾ പ്രേക്ഷകന് കൊടുത്തിട്ടും പിന്നെയും സിനിമകൾ കിട്ടുന്നത്? സിനിമാ പാരമ്പര്യമില്ലാതെ സിനിമയിലെത്തിയ മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ഇത്രത്തോളം സിനിമകൾ അയാൾക്ക് കിട്ടുമായിരുന്നു. ഒരു നെപ്പോക്കിട്ടിന്റെ സകല പ്രിവിലേജും വെച്ച് ധ്യാൻ കാണിക്കുന്ന അലസത ഇനിയും തിയേറ്ററുകളിൽ ബോംബ് വർഷിപ്പിക്കും. ക്യാഷ് കൊടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകനോട് ധ്യാൻ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതില്ലേ എന്നതൊരു ചോദ്യമാണ്. മറ്റൊരു ഇന്റർവ്യൂവിൽ ധ്യാൻ പറയുന്നുണ്ട്, സിനിമ എനിക്കൊരു കലയൊന്നുമല്ല, എനിക്കൊരു ജോലി മാത്രമാണെന്ന്. പണം മേടിക്കുന്നു, ജോലി ചെയ്യുന്നു എന്ന്. ഇതാണ് ധ്യാനിന്റെ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ്. അതുകൊണ്ടാണ് താരത്തിന്റെ എല്ലാ പടങ്ങളും 8 നിലയിൽ പൊട്ടുന്നതും. ധ്യാനിന്റെ കരിയറിന്റെ തുടക്കത്തിൽ നല്ല സിനിമകൾ ചെയ്താണ് താരം സിനിമാ കരിയർ തുടങ്ങിയത്. അതിനുദാഹരണമാണ് തിര, അടികപ്പ്യാരെ കൂട്ടമണി, കുഞ്ഞിരാമായണം, ഉടൽ എന്നിവയെല്ലാം. തന്റെ 11 വർഷത്തെ സിനിമാ കരിയറിൽ ധ്യാനിന്റെ വിജയിച്ച ചിത്രങ്ങളെടുത്താൽ വിരലിലെണ്ണാവുന്ന എണ്ണം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരേ മുഖം, ഗൂഢാലോചന, കുട്ടിമാമ, സച്ചിൻ, വീഗം, അവസാനം വന്നു നിൽക്കുന്ന അയ്യർ ഇൻ അറേബ്യ തുടങ്ങിയവയെല്ലാം തിയേറ്ററിൽ വൻ പരാജയ ചിത്രങ്ങളാണ്. എന്നാൽ നിലവിലെ മലയാള സിനിമാ ചെറുപ്പക്കാരിൽ നല്ല കാലിബറുള്ള നടൻ തന്നെയാണ് ധ്യാൻ എന്നതിൽ സംശയമില്ല. ഒരു പരിധിക്കപ്പുറം മലയാളികൾക്ക് വലിയ ഇഷ്ടവുമാണ് ധ്യാനിനെ. തിരയും കുഞ്ഞിരാമായണത്തിലെ ലാലുവായും ധ്യാൻ ജീവിക്കുന്നതായാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. പിന്നീട് ജീവിതത്തിലും ഇന്റർവ്യൂകളിലും ഇതേ ലാലുവിന്റെ മാനറിസങ്ങളാണ് ജനങ്ങൾ കണ്ടതും. ചെയ്യുന്ന സിനിമകൾ നന്നായി തിരഞ്ഞെടുത്താൽ വലിയ മാറ്റങ്ങൾ താരത്തിന് തന്റെ സിനിമാ കരിയറിൽ നേടിയെടുക്കാൻ സാധിക്കും. വിനീതിന്റെ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ മുൻപ് ആഘോഷമാക്കിയ ധ്യാനിനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും.